ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വൈറൽ ഫേസ് പാക്കില്ലേ അത് ട്രൈ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചൊന്ന് മുഖം കഴുകി ക്ലീൻ ആക്കുക. ഇതാണ് ശരിക്കും ഒറിജിനൽ. അപ്പോൾ ക്ലീൻ ആക്കുക. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റും. സോ നന്നായിട്ട് നോക്കി അറിയാൻ പറ്റും. ഇവിടെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, മൂക്കിന് ചുറ്റുമുണ്ട്, വൈറ്റ് ഹെഡ്സും ഉണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ വന്നേക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ഞാനൊരു കുളിച്ചിട്ടില്ല. അപ്പം നമുക്കിത് ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് വരാലാന്ന് ആലോചിച്ചു. പിന്നെ ഇങ്ങനെ ഒരു ചീത്തൊരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ കഴുത്തിലും തേക്കുന്നുണ്ട്. സോ അപ്പം അതിന് വേണ്ട നമുക്ക് മുട്ട വേണം, കോഫി പൗഡർ, മഞ്ഞൾപ്പൊടി, മുട്ടയുടെ വെള്ളയില്ല അതാട്ടോ വേണ്ടത്, കോഫി പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ടിഷ്യൂ പേപ്പർ അത് ഉള്ള. അപ്പോൾ അത് നമുക്കാദ്യം അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് മുട്ട. ഇത് കണ്ടോ, ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെള്ളയും യെല്ലോയും മാറ്റി. യെല്ലോ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പെട്ടെന്ന് പൊട്ടി യെല്ലോ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വെളുത്തുള്ളി കുറച്ചെടുത്തിട്ട് നമ്മുടെ 2 കൈയിലും നമ്മൾ ഈ നടുവിരലില്ലേ, സോ ഈ നടുവിരൽ ഇവിടെ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് 2 കൈയിലും തേച്ച് കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് മഞ്ഞക്കരു എടുക്കുക. മഞ്ഞക്കരു എടുക്കും, മഞ്ഞക്കരു ഇങ്ങോട്ട് പോരും. അപ്പോൾ നമുക്ക് ആ വെള്ളമായിട്ട് മാത്രമായിട്ട് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മുട്ടയും മഞ്ഞപ്പൊടിയും കാപ്പിപ്പൊടിയും ഉണ്ട്. ഞാനൊരു ചെറിയ 2 പാക്കറ്റ് ഇതാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവരും 2 മുട്ട എടുക്കണം. ഞാൻ ഒരു മുട്ടയിട്ട് നോക്കിയതാണ്. എനിക്ക് മുട്ടയും കൂടെ ബാധകമാണെന്ന് തോന്നുന്നു. മാത്രമല്ല, കഴുത്തിലും കൂടെ തേക്കുന്നുണ്ടല്ലോ. അപ്പയില്ലേ തരി ഒരു മുട്ട കൂടെ വേണമെന്ന് തോന്നുന്നുണ്ടോ. മഞ്ഞ വീഴാതെ തരി ഒരു സൈഡ് തരിയായിട്ട് പൊട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. മഞ്ഞ വീഴരുത്. എന്നോട് ഇങ്ങനെ കണക്കിട്ട് സൂക്ഷിക്കാം, മഞ്ഞ വരാതെ സൂക്ഷിക്കണം. ഇളക്കി കൊടുക്കുക. ഇട്ടിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഹെയർ ഒന്ന് നന്നായിട്ട് ടൈ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഫേസ് ഒന്ന് ജസ്റ്റ് കഴുകുക. അപ്പോൾ നമ്മുടെ മിശ്രം റെഡി ആയിട്ടുണ്ട്. സോ ഞാനിത് കൈകൊണ്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്, ബ്രഷും കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്ത് ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളതിൽ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കാം. കഴുത്തിൽ നോക്കട്ടെ, ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കഴുത്തിലും സെറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഭയങ്കര സ്മെല്ലോ ഉണ്ടോ, ഇങ്ങനെ വരും. താഴെയിലൊക്കെ വീഴും. ചുണ്ടത്ത് വെക്കോ, കണ്ടില്ല, ശ്രദ്ധിച്ചില്ല ആൾക്കാർ ചുണ്ടത്ത് വെക്കുന്നുണ്ട് തോന്നുന്നു. ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളാണ് കേട്ടോ.
ചെവിയിലും കൂടെ തേച്ച് പിടിപ്പിച്ചേക്കാം. കഴുകിയാൽ പോരാ, അല്ലെങ്കിൽ കഴുത്തും വേറെ കളറും കൈയും വേറെ കളർ. ചീത്ത ഉടുപ്പായിരിക്കണം ഇടാവുള്ളൂ. കഴുത്തും തേച്ച് പിടിപ്പിക്കുക. ഇവിടെ സെക്കൻഡ് റൗണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തരിതരിയായ കുരുക്കൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിന് ചുറ്റും. പിന്നെ ഫേസ് ഒരു പതുക്കെ ഡ്രൈ ആവുമ്പോൾ നമ്മൾ വന്നിട്ട് ഇനി നമ്മുടെ ഇത്ര ഒട്ടിച്ചില്ല, നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുക്കാവുന്നതാണ്. ചുണ്ട് കീറി വയ്ക്കുക. ചുണ്ട് പൊട്ടിക്കാൻ എനിക്കറിയില്ല. പിന്നെ വന്നിട്ട് സെക്കൻഡ് വൺ ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും. എന്നിട്ട് ചുണ്ട് കീറി കൊടുക്കുക. ചുണ്ടിന് ലാക്കെടുത്ത് അവിടെ പരിപോയി. അത് രണ്ടായിട്ട് കീറിയിട്ട് നെറ്റിയിലും വെച്ച് കൊടുക്കുക. ഓക്കെ, ഇത് ഈ ഇത് രണ്ട് പീസായിട്ട് ഇതിന് ബാക്കി ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കൊടുക്കും. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് സൈഡിലായിട്ട് പൊട്ടിച്ച് കൊടുക്കുക. അയ്യോ, എൻ്റെ കൈ ഒട്ടണം. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഈ മൂക്കിൻ്റെ നടുക്കാറാണ്. മാക്സിമം ഒട്ടിക്കാവുന്ന അത്ര പറഞ്ഞു പോകരുത്. ഒട്ടിക്കേണ്ട അത്ര ഒട്ടിക്കുക. ഇനി നോക്കും. തൊടുമ്പെല്ലാം പറഞ്ഞു വരികയാണ്. ഇനി ബാലൻസ് അല്ല, ഇതുകൊണ്ട് ഒന്നുകൂടെ ഇതിൻ്റെ പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വട്ടം മതിയെന്നാണ് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളതൂടെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്ലൈ ചെയ്ത് കൊടുക്കും. പാത്രം കാണിച്ചിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഒഴിക്കും ഭയങ്കര കുളമായ. മസാജ് ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. തൂക്കരുത് കേട്ടോ, എനിക്ക് പറ്റാൻ പറ്റി. എല്ലാം കൂടെ പറഞ്ഞു വരും. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
മൂക്കിൽ പോയി, കടലാസ് പോയി. പരു പോയി. ഓക്കെ, നമുക്കിനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെ ഇത് പറിച്ചെടുത്തിട്ട് നമുക്ക് നോക്കാം. സോ ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നാലും നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് തൊട്ട് നോക്കുക. ഇതിൽ പറ്റുന്നുണ്ടെങ്കിൽ ഇത് അമർത്തുമ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതൊന്ന് നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ചെറിയ ഒരു നമ്മൾ ഈ മഞ്ഞപ്പൊടിയൊക്കെ പുരട്ടുമ്പോൾ ഉള്ള നീറ്റലുണ്ട്. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇത് ഉണങ്ങുമ്പോൾ കുറച്ച് വലിയുന്നുണ്ട്. അധികം വലിയാതെ തന്നെ അതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഇത് വലിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഇതിവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ട്രൈ ആവട്ടെ, എന്നിട്ട് ഞാൻ ഇത് പറിക്കുന്നതായിരിക്കും. ഓക്കെ, ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് പറിച്ചെടുക്കാം. ജസ്റ്റ് അത്രയും കഴുത്തിൽ അത്ര ആയിട്ടില്ല. അങ്ങോട്ട് കളയുക. ഇത് ഭയങ്കര ടഫാണല്ലോ. ഓക്കെ, കുറച്ച് ദാഹിച്ചപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ ഇങ്ങോട്ട് വെള്ളം വേണം. സോ ഇതെങ്ങനെയാ പൊളിക്കുന്ന? ഡേഞ്ചറാട്ടോ. അവിടെ നിന്ന് അധികം എനിക്ക് ഇവിടെ നിന്ന് ബ്ലാക്ക് ഹെഡ്സ് ഇല്ലായിരുന്നു. സോഫ്റ്റ് അവിടെ പിരികത്തി അറിയാതെ കൊണ്ട് പിരിവും പറഞ്ഞു വരും. പിരിവും പറഞ്ഞു വന്നു. അറിയാതെ കുറച്ച് പിരികത്തിൽ പറ്റിയിട്ടുണ്ട്.
വൈറ്റ് ഹെഡ്സ് പോരുന്നുണ്ട്. സോ ഇവിടെയല്ല കൂടുതലുള്ളത്. അത്ര ശക്തിയായിട്ട് വലിച്ചെടുക്കുമ്പോഴാണ് ഇത് വരുന്നത്. യെസ്, വരുന്നുണ്ട് സംഗതി. ചെറിയ ചെറിയ പൊടി രോമങ്ങളൊക്കെ പോരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന് തുണി ഇട്ട് അത്രയും നല്ലത്, ഒറ്റടിക്കേണ്ട പോരുമല്ലോ. വെള്ളം കുറച്ച് വെള്ളം ഇപ്പം അത് ഇതായിപ്പോയി. ഞാനിന്ന് കുളിച്ചിട്ട് വരാം. ഏകദേശം ടയറിലോ ഇവിടെയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു നിറച്ച്. അത് പോയി. പിന്നെ ചെറിയ ചെറിയ രോമം, ബേബി ഹെയർ, അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അത്ര കൂടുതലും എനിക്ക് തോന്നിയത്. അപ്പം അടുത്ത് അത്രയ്ക്ക് ഇത് കാണിയില്ല, അടുത്ത് നോക്കണം. നല്ല പെയിനുണ്ട്. കുളിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തോന്നിയത്. സോ കുറച്ച് സ്കിൻ കുറച്ച് സോഫ്റ്റായി. പിന്നെ കുറച്ച് ചെറിയ പൊടി ബേബി ഹെയർസ് ഉണ്ടല്ലോ, അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കിന്നിൽ, ഇപ്പോൾ രോമമുള്ള സ്കിന്നിൽ ഇങ്ങനെ ഒട്ടിച്ച് എന്തെങ്കിലും സ്റ്റിക്കറോ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ നമ്മളത് പറിച്ചെടുക്കുകയില്ലേ, സോ വാക്സിങ് ചെയ്യില്ലേ, സോ അതുപോലെ
ആണ് ഇത്. അത്രയ്ക്ക് കുറച്ച് പെയിൻ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴേക്കും എല്ലായിടും കവറൊന്നും ചെയ്തില്ല ഞാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത് വൈറ്റ് ഹെഡ്സ് ആണ് കൂടുതൽ പോകുന്നത്. അതെ, വൈറ്റ് ഹെഡ്സ് പോകുന്നു. ബ്ലാക്ക് ഹെഡ്സ് കുറച്ച് അധികം പോകുന്നു. പക്ഷേ അത്രയും അത് അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അത് പറഞ്ഞിട്ട് ആ ഒരു എഴുന്നേറ്റ് നിൽക്കാന്നൊക്കെ പറയല്ലേ, അത് ശ്രദ്ധിച്ച് നോക്കി നമ്മൾ. എന്നിട്ട് ഞാൻ വെട്ടത്ത് പോയി മിററ് പുറത്തേക്ക് കൊണ്ടുപോയി നോക്കി ക്ലിയർ ആയോ എന്നൊക്കെ നോക്കിയപ്പോൾ കുറച്ച് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കുറച്ച് പൊങ്ങി നിൽപ്പുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് നല്ല വലിച്ചിട്ട് പൊങ്ങി നിൽക്കുന്നില്ലേ, അങ്ങനെ ഒരു ഫീല് തോന്നിയായിരുന്നു. അങ്ങനെ നിൽക്കണം. കുറേയൊന്നും പോയെന്ന് ചോദിച്ചാൽ പോയില്ല. സോ നല്ല സ്മൂത്താണ്, നല്ല സ്മൂത്തായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ബേബി ഹെയർസും ഒക്കെ പോവും. അത് നല്ലപോലെ നല്ല കട്ടിക്ക് അത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണമായിരുന്നു. ആദ്യം നമ്മൾ അത്രയും മസാജും ചെയ്ത് കൊടുത്തില്ല. ഇത് ഡയറക്റ്റ് ഒട്ടിക്കുമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് പിന്നെ ചുണ്ടിൽ എനിക്കിങ്ങനെ ഇടുന്ന സമയത്ത് ഒരു ഡ്രൈനെസ്, ഒരു എന്താ പറയുക, ഉടക്കണ പോലെ തോന്നിയായിരുന്നു. അതെന്താ 2 ദിവസമായിട്ട് അങ്ങനെ തോന്നി. പക്ഷെ ഞാൻ നെയ്യ് പറ്റാനും മറന്നുപോയി. അങ്ങനെ 2 ദിവസമായിട്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് പുരട്ടി. സോ ഇത് ഞാൻ പൊളിച്ച് കളഞ്ഞപ്പോഴേക്കും ആ ഒരു പരിപരിപ്പുള്ള അത് ഡ്രൈനെസ്, ആ ഒരു ഇതില്ലേ, അത് പോയി കിട്ടി. സോ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. പിന്നെ എൻ്റെ പിരികത്തിലൊക്കെ പെട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തു. കാര്യം പിരികത്തിൽ പറ്റി ഇത്രയും ഭാഗം എന്നെ പറഞ്ഞു പോന്നു. അപ്പം അത്രയ്ക്കും പവറാണ് അതിന്. അപ്പം അവിടെ അത്രയും ആ ഒരു പേപ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് വലിച്ചെറിക്കാനായിട്ട് നല്ല പെയിനും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഹെയർ ഒക്കെ പോയി കുറച്ചുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, വൈറ്റ് ഹെഡ്സ് പൊങ്ങി നിൽക്കുവാണ്. എന്ന് വെച്ചാൽ അവിടുന്ന് പോന്നു, പക്ഷെ കൂടുതലും വന്നില്ല. അതാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 1 ഡേ ചെയ്തിട്ട് കാര്യമില്ല. ഡെയിലിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പം അങ്ങനെ ഫൈനലി നമ്മളത് പാക്ക് നോക്കിയിരിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ ഈ എവർ യൂത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാം പൊളിച്ചെടുക്കുമ്പോൾ, മൂക്കിൽ നിന്നൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് തോന്നണം ഫീൽ അത് തന്നെ. ഒരു ഫേസ് ക്ലീനപ്പ് ഒക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട്. അപ്പം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് വന്നു. പിന്നെ പൊളിച്ചെടുക്കാൻ ഭയങ്കര കഷ്ടപ്പെട്ടു, കുറേ കഷ്ടപ്പെട്ടു ഞാൻ പൊളിച്ചെടുക്കാൻ. ലാസ്റ്റ് ഞാൻ തന്നെ വെള്ളം വെച്ചിട്ട് മസാജ് ചെയ്ത് കളയുകയും ചെയ്തു. അതൊരു ഈ മെനക്കെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെനക്കെടാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒന്നും പറയാനില്ല എനിക്ക്. ഇതുപോലെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പിന്നെ ചെയ്ത് നോക്കാമെന്നത് ചെയ്തതാണ്. ഡൺ.